+2 എക്സാം അതിൻ്റെ അവസാന ദിനങ്ങളോട് അടുത്ത് കഴിഞ്ഞു. CS കുട്ടികൾക്ക് ഇനി ആകെ ഇംഗ്ലീഷ് എക്സാം മാത്രമാണ് ബാക്കി. ബയോളജി സ്റ്റുഡൻസിന് ബയോളജിയും ഇംഗ്ലീഷും ബാക്കിയുണ്ട്. എന്തായാലും കുറച്ച് ഗ്യാപ്പ് ഡേയ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യുന്നു, കോമ്പറ്റീവ് എക്സാംസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഇനി ഏപ്രിൽ തൊട്ട് അങ്ങോട്ട് കോമ്പറ്റീവ് എക്സാംസിൻ്റെ പൂരമാണെന്ന് പറയാം. നീറ്റ് വരുന്നുണ്ട്, കീം വരുന്നുണ്ട്, ജെയുടെ സെഷൻ 2 വരുന്നുണ്ട്, അതല്ലാതെ ഇപ്പോൾ CUT വരുന്നുണ്ട്, അതല്ലാതെ വേറെ ഒരുപാട് കോമ്പറ്റീവ് എക്സാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി തുടങ്ങിയ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഈ ഒരു ഗ്യാപ്സ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തവരുണ്ടാവും. ഇനി ഈ ബോർഡ് എക്സാം ഒന്ന് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ പല കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ കാറ്റഗറി സ്റ്റുഡൻസിന് ഒരു കോമ്പറ്റീവ് എക്സാം അഥവാ ഒരു എൻട്രൻസ് എക്സാം ആയിരിക്കും. ഈ എൻട്രൻസ് എക്സാമിന് ഫൈനൽ ലാപ്പിൽ സെൽഫ് സ്റ്റഡി എന്തുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല കുട്ടികൾക്കും, മെജോറിറ്റി പേർക്കും തന്നെ പറയാം, അവർക്ക് സെൽഫ് സ്റ്റഡി വെച്ചിട്ട് ഒരിക്കലും ഫുൾ സിലബസ് തീർക്കുകയോ എൻട്രൻസ് എക്സാമിന് വേണ്ട സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റാതെ പോവാറുണ്ട്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ക്രാഷ് പ്രോഗ്രാംസ് കേരളത്തിലുടനീളം നടക്കാറ്. അപ്പോൾ ഈ ക്രാഷ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്താണെന്ന് അറിയില്ല. പേരിൽ ക്രാഷ് എന്നുള്ളത് എന്നാൽ അതെന്താണ് ഒരു ദുരന്തം കോഴ്സൊന്നും വിചാരിക്കരുത്. ക്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട്, അതായത് നമ്മൾ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ നമ്മളെ ഒരു നീറ്റ് ആണെങ്കിൽ നീറ്റിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 1 മന്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും, 1 മന്തിന് പ്ലസ് കിട്ടും. ആ ഡേയ്സിൽ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു എക്സ്പോഷർ എൻട്രൻസ് എക്സാമിൻ്റെ അതിൽ ഫുൾ സിലബസ് ക്രാഷ് കോഴ്സിൽ തീർക്കപ്പെടും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു കുറഞ്ഞ സമയത്ത് 1 മാസം കൊണ്ട് മുഴുവൻ സിലബസ് കവർ ചെയ്യുക, ഓടിച്ച് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് പരിപാടിയാണ്. പല ആൾക്കാരും അത് എന്ത് ചെയ്യും, അതിന് പുറകോട്ട് പോകും. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസ് മാത്രമായിരിക്കും ഈ ക്രാഷ് കോഴ്സസ് എല്ലാ സ്ഥലങ്ങളിലും പഠിപ്പിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവരെ എക്സ്പീരിയൻസിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൂടെ മുഴുവൻ സിലബസും കവർ ചെയ്യും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യും, നിങ്ങളെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രാഷ് കോഴ്സും ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പറേഷൻ നടത്താതെ എക്സാം എഴുതുന്നവരെക്കാൾ എന്തായാലും ഡെഫിനറ്റ്ലി ക്രാഷ് പ്രോഗ്രാം ചെയ്യുന്നവർക്കുള്ള അല്ലെങ്കിൽ ചെയ്തവർക്കുള്ള ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്രാഷ് പ്രോഗ്രാം വെർത്താണോ എന്നും അതിന് ജോയിൻ ചെയ്താൽ ടൈമും അതേപോലെ പൈസയും വേസ്റ്റ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് സീരിയസ് ആണോ, നിങ്ങൾ നീറ്റോ ജെഇയോ CUTയോ അല്ലെങ്കിൽ കീമോ ഇനി ഏതായിക്കോട്ടെ, ഏത് ക്രാഷ് കോഴ്സ് ആണെങ്കിലും ഏതെങ്കിലും കോമ്പറ്റീവ് എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയി ക്രാഷ് കോഴ്സ് നോക്കണം എന്ന് തന്നെ പറയാം. പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്നൊരു പാർട്ടാണ് അതിൻ്റെ സാമ്പത്തിക പാർട്ട്. ക്രാഷ് കോഴ്സ് ആ കുറഞ്ഞ സമയത്ത് ഒരു ഫീസ് വരും. അപ്പോൾ പല ആൾക്കാർക്കും ആ ഫീസ് അഫോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴാണ് എന്ത് ചെയ്യുക, എഡ്യൂപോർട്ട് പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്കോളർഷിപ്പ്സ് തരാറ്. അപ്പോൾ എഡ്യൂപോർട്ട് ഓൾറെഡി സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ്. +1 മാർക്ക് ബേസ് ചെയ്തിട്ട് എഡ്യൂപോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് വരുന്നുണ്ട്. ക്രാഷ് പ്രോഗ്രാമിൽ 100% ഫ്രീ ആയിട്ട് വരെ പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. +1 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ക്രാഷ് പ്രോഗ്രാമിൻ്റെ സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ ക്രൈറ്റീരിയ ഇല്ല. അപ്പോൾ നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി അതേപോലെ ബയോളജി മാർക്കാണ് നോക്കുക. +1ൻ്റെ അത് 240 അതിലെത്ര ഉണ്ട് എന്നാണ് നോക്കുക. ഇനി JEE അല്ലെങ്കിൽ കീം, JEE നമ്മുടെ എഡ്യൂപോർട്ട് ക്രാഷ് പ്രോഗ്രാം ഇല്ല, കാരണം വളരെ കുറേ സമയമുള്ളൂ. കീമാണുള്ളത്. കീമിനാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് കൺസിഡർ ചെയ്യുക കേട്ടോ. അതിൽ 240 ആണ് കൺസിഡർ ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ട്. ഈ ചാർട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് 240 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് കോഴ്സ് ഫീ ആയാലും മെറ്റീരിയൽ ആയാലും രജിസ്ട്രേഷൻ ഫീസ് ആയാലും ഹോസ്റ്റൽ ആയാലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എഡ്യൂപോർട്ടിൻ്റെ ഓഫ്ലൈനിൽ പഠിക്കാം. ഇനി നിങ്ങൾ ഓഫ്ലൈനിൽ വരുന്നില്ല നിങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഓഫ്ലൈൻ വരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വരാൻ സൗകര്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ടും 100% ഫ്രീ ആയിട്ട് ലഭിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് 1 മാർക്ക് നഷ്ടപ്പെട്ടു, 239 ആണെങ്കിൽ ആ ഒരു ഹോസ്റ്റലിൻ്റെ കേസിൽ ഓഫ്ലൈൻ ഇല്ല, ഹോസ്റ്റൽ ഫീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ബാക്കി പറഞ്ഞ കോഴ്സ് ഫീ, മെറ്റീരിയൽ, രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾ 239 ആണെങ്കിലും 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ക്രാഷ് പ്രോഗ്രാം ലഭിക്കുന്നതായിരിക്കും. ഇനി 1 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ ഒരു വിഷമം ഉണ്ടാകാൻ ചാൻസ്, 1 മാർക്കിന് ഇത്രയും വില, ആ ഒരു വില ഉണ്ട്, ആ ഒരു മാർക്കിന് ഒരു വിലയുണ്ട്. 238 ആണെങ്കിൽ നിങ്ങൾക്ക് 90% കോഴ്സ് ഫീ സ്കോളർഷിപ്പ് ആയിരിക്കും കേട്ടോ. അതായത് നിങ്ങൾക്ക് 10% കോഴ്സ് ഫീസ് ഉണ്ടായിരിക്കുന്നുള്ളൂ. ഇനി ഓൺലൈൻ ആണെങ്കിൽ അതേപോലെ തന്നെ 90%. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 236 to 237 75% കോഴ്സ് ഫീസ് സ്കോളർഷിപ്പ് ആയിരിക്കും. 231 to 235 50%, 221 to 230 30%, 201 to 220 20%, 180 to 200 10% കോഴ്സ് ഫീ ഉണ്ടായിരിക്കും കേട്ടോ, സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. എഡ്യൂപോർട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നീറ്റ് ആയാലും കീമായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ക്രാഷ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CUT-യുടെ നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ CUT-യുടെ സ്കോളർഷിപ്പ് നമ്മൾ നിലവിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മളത് ഡിക്ലെയർ ചെയ്യും, പെട്ടെന്ന് തന്നെ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. മാർച്ച് 29-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ക്രാഷ് പ്രോഗ്രാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുക. എക്സാംസിന് ശേഷം മാർച്ച് 29-നായിരിക്കും. താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ടീം കണക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതിന് വർത്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അവർ ഈ കാറ്റഗറി പെടുന്നവരാണ്, നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ.